ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ. എന്തെല്ലാമാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ട് എന്നോട് ഇൻസ്റ്റയിൽ അധികം ഞാൻ സ്റ്റോറി ഇടുന്ന സമയത്തിലും ഒരുപാട് ആൾക്കാർ DM ആയിട്ട് ചോദിക്കാറുണ്ട്, ഈ സാധനങ്ങളൊക്കെ ഇടുന്ന വാങ്ങിയത്, അതിൻ്റെ ലിങ്കൊക്കെ പറഞ്ഞു തരുമോ എന്നൊക്കെ ഉള്ളതും. അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈ ഒരു കിച്ചൻ്റെ കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം പിന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ വീടിലെ ഏകദേശം 35-40 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങൾ ബ്രദറിൻ്റെ കല്യാണമൊക്കെ വരുന്ന സമയത്താണ് റിനോവേഷൻ ചെയ്യാറുള്ളത്. അങ്ങനെ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ബ്രദറിൻ്റെ കല്യാണം അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു കിച്ചൺ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ടായത്. ഇതിന് മുൻപേയിലെ ഫസ്റ്റ് എൻ്റെ കല്യാണമെല്ലാം ആകുന്ന സമയത്താണ് ഈ കിച്ചണിൽ നമ്മൾ വിറകടുപ്പിലുള്ള കിച്ചണാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് അങ്ങനെ മാറി പിന്നെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, എന്താണ് വർക്ക് ഏരിയയിൽ നമ്മളെല്ലാവരും കിച്ചണാക്കുക. അങ്ങനെ ഈ ഒരു കിച്ചൺ ഉപേക്ഷിച്ചിട്ട് വർക്ക് ഏരിയയിൽ കുറച്ചും കൂടി വീതി വിസ്താരത്തിലൊക്കെ കിച്ചണാക്കിയിട്ട് ആ ഒരു കിച്ചൺ ഞാൻ ഇടയ്ക്ക് റിനോവേഷൻ ചെയ്ത വീഡിയോസൊക്കെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് അവിടെ നിന്നാണ് ഭക്ഷണമെല്ലാം ഉണ്ടാക്കാറുള്ളത്, ഇവിടുന്ന് അങ്ങനെ ഉണ്ടാക്കാറില്ല. എൻ്റെ കല്യാണത്തിന് മുൻപൊക്കെ ഉമ്മ ഇവിടെ തന്നെയാണ് ഫുഡെല്ലാം ഉണ്ടാക്കാറുള്ളതും. ഈ ഒരു രീതിയിലുള്ള കിച്ചണേ ആയില്ല, ആ ഒരു സമയത്തുള്ള കിച്ചണാണ് ഉണ്ടായത്. പിന്നെ ഇത് ഉപയോഗിക്കാണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കൽ മാത്രമേ ഉണ്ടായത്. എന്നിട്ട് നമ്മൾ ആ വർക്കിംഗ് കിച്ചണിൽ നമ്മൾ ആ ഒരു ഫുള്ള് മരത്തിൻ്റെ ഒരു കിച്ചൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. പിന്നെ അവിടെ തന്നെ ആയി. പിന്നെ ഈ കിച്ചൺ ശരിയാക്കിയിട്ടേ ഉണ്ടായിട്ടില്ല. അങ്ങനെ വെച്ച് ഇപ്പോൾ ലാസ്റ്റ്ലി പിന്നെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഈ ഒരു കിച്ചൺ നമ്മൾ മാറ്റിയിട്ടുള്ളത്. അതിനിടയിൽ നമ്മളെ ബേക്കിംഗ് കിച്ചൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മേലിലെ ഹാളിൽ നമ്മൾ ബേക്കിംഗ് കിച്ചൺ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കിച്ചൺ അത് കണ്ട് ഇൻസ്പയർ ആയിട്ട് അതേപോലത്തെ കിച്ചൺ ചെയ്തിട്ട് എനിക്ക് സ്റ്റോറിയൊക്കെ കിട്ടുന്ന ആളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിനിടയിൽ ഞാൻ പറഞ്ഞുതരാം, ഈ കിച്ചൻ്റെ മേലിൽ കണ്ട സംഭവമില്ലേ, പഴയ വീടെല്ലാം ഹൈറ്റ് കുറഞ്ഞ വീടുമാണ്, അതുകൂടാണ്ട് വെളിച്ചെല്ലാം കമ്മിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെളിച്ചെല്ലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മേലിൽ കണ്ട ചെറിയൊരു ഹോളാക്കിയിട്ട്, അത് ഉമ്മാൻ്റെ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. അവിടുന്ന് അങ്ങനെ ആക്കിയോണ്ട് അത്യാവശ്യം അത്ര വെളിച്ചെങ്കിൽ നമുക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് മേലെന്ന് ആ ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ട് ആ വെളിച്ചം ഉള്ളിലേക്ക് വരാം. പിന്നെ ഈ ഒരു ജനൽ മാത്രമേ ഇവിടെ ഉള്ളൂ, ഈ കാണുന്ന ജനൽ. ഈ ജനലിൻ്റെ പിന്നെ ആ പണ്ടത്തെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുള്ള് മരത്തിൻ്റെ കളറും പിന്നെ ഗ്രില്ല് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടാണ്. പിന്നെ ഇത് നമ്മൾ വൈറ്റ് കിച്ചൺ ആക്കുന്നതുകൊണ്ട് എന്ത് ചെയ്ത് കംപ്ലീറ്റ് വൈറ്റായിട്ട് പെയിൻ്റ് അടിക്കുകയും ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ഗ്രില്ലിനും വൈറ്റ് അടിച്ചു കൊടുത്ത്, പിന്നെ കേർട്ടൻ ഇട്ട് കൊടുത്ത് ബ്ലൈൻഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും പഴയ കിച്ചണ് പുതുക്കാമെന്ന് ആഗ്രഹിക്കുന്നവർ, നമ്മളിപ്പം ടൈലെല്ലാം പൊളിക്കാനൊരു മടിയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ടൈല് മതി, അതിന് കണക്കായിട്ട് നമുക്ക് ബാക്കിയുള്ള കബോർഡ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു അബദ്ധമായിട്ട് മാറുന്നുള്ളത്. നമ്മൾ ആദ്യം അങ്ങനെ വിചാരിച്ചത്, നമ്മൾ ഈ ടൈലൊന്നും പൊളിക്കാണ്ട് അതിൻ്റെ മേലിൽ നമുക്ക് ഒപ്പിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ബ്രദർ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ ചിലവ് നോക്കിയിട്ട് ചിലപ്പോൾ നമുക്കത് പൊട്ടിക്കാനുള്ള വിഷമവും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ ലാസ്റ്റ്ലി നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഭംഗി കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര വിഷമമല്ലേ, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അവനത് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും അത് ഫസ്റ്റ് നമ്മൾ കുറേ ചിന്തിച്ചു, അത് വേണോ, നമുക്ക് ഐവറിയിലേക്ക് പോയാലോ, ആ ഒരു ടൈലിന് മാച്ചുള്ളത് പോലത്തെ കബേർഡൊക്കെ സെറ്റ് ചെയ്താലോ. പിന്നെയും ആഗ്രഹം, എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഈ ഭാഗത്തൊക്കെ കുറച്ച് ടൈലേ ഉണ്ടായിട്ടില്ല, ഒരു 2-3 വരി ടൈല് മാത്രമേ ഉണ്ടായിട്ടില്ല, കബോർഡൊന്നും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. കിച്ചൺ വളരെ പ്ലെയിൻ ആക്കിയിട്ട് അങ്ങനെ ഇട്ടിച്ചാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ടൈല് സെലക്ട് ചെയ്യുന്നത്, ചുമരിനുള്ള വോൾ ടൈലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ടൈലിൻ്റെ പിന്നെ കളറ് വരുന്നത് മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്, പ്യുവർ വൈറ്റ് അല്ല അത്. അപ്പോൾ അത് എടുത്തപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാനന്ന് പോയിട്ട് സെലക്ട് ചെയ്തത്. പക്ഷെ അത് കണ്ടപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ, അതിന് മാച്ച് ഉണ്ടാവുന്നു. പക്ഷെ ഇട്ടപ്പോൾ നിങ്ങൾ തന്നെ പറയാം, ആ ഒരു വോൾട്ടൈല് രസമില്ലേ കാണാൻ, ഈ താഴെയുള്ള നമ്മളെ കൗണ്ടർ ടോപ്പിലുള്ള ടൈലും അതും തമ്മിൽ മാച്ചില്ലേ, രസമില്ലേ? എന്തായാലും നിങ്ങളത് അഭിപ്രായം അറിയിക്കണേ. പിന്നെ ഈ ഒരു ഷേപ്പ് ഇവിടെ കിട്ടാനുള്ള കാര്യം, നമ്മൾ റിനോവേഷൻ പണ്ട് ചെയ്ത സമയത്ത് കുറച്ച് ഭാഗങ്ങൾ ബാക്കോട്ട് ഉന്തിയിട്ട് എടുത്തത് കൊണ്ടാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ ഒരു നല്ലൊരു ഷേപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്.
മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ ഈ ഒരു കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വരുന്നത് നാനോ വൈറ്റ് ഒന്നല്ല കേട്ടോ, ടൈലാണ്. നല്ല 15 mm തിക്നെസ്സുള്ള ടൈലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ കുറച്ച് തിക്നെസ് കാണാൻ വേണ്ടിയിട്ട് 2 എണ്ണം കൂടി ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ ഇവിടെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുത്തതുകൊണ്ടാണ് ഇത്രയും വീതിയായിട്ട് തോന്നുന്നത്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മളെ നാനോ വൈറ്റ് ആണെന്നാണ് ചോദിക്കാറുള്ളത്. പക്ഷേ അത് സംഭവം അതല്ല, പ്ലെയിൻ വൈറ്റ് കളർ ടൈലാണ് നമ്മൾ കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ കബേർഡും നമ്മൾ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചാണ് ചെയ്തിട്ടുണ്ടായത്. അത് നമ്മൾ അവരോട് പറയണം. അവർ വന്നാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കബേർഡാണ് വേണ്ടത്, ലൈക്ക് നിങ്ങളുടെ സ്റ്റോറേജ് എന്തിനൊക്കെയുള്ള സ്റ്റോറേജാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുള്ളത്. നമുക്കിപ്പം ക്രോക്കറി വേണം, അതുപോലെ തന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കുറച്ച് വിശാലമായത് വേണം. അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ട് ഇത്ര സ്ഥലത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ വരുന്നുള്ളത് അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അതിലിതാ ഒരു കബേർഡിൽ ഫുള്ള് ഞാൻ ഈ ജഗ് കാര്യങ്ങൾ ഗ്ലാസ് അതൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പാത്രങ്ങളുടെ ഡീറ്റെയിൽസ് കുറച്ച് ഭാഗം മാത്രം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുപോലെ പാത്രങ്ങളൊക്കെ തന്നെ ഒരുപാട് വർഷം മുമ്പേ ഉള്ള പാത്രങ്ങളിലാണ് ഇപ്പം വാങ്ങിയിട്ടുള്ളത് ഉണ്ട്. എന്നിരുന്നാലും ഒരുപാട് വർഷം മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ് പാത്രങ്ങളൊക്കെ. ഉപ്പ നല്ലോണം പാത്രങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഉപ്പയാണ്. അതേപോലെ തന്നെ എനിക്കും ഭയങ്കര താല്പര്യമാണ് ഈ പാത്രങ്ങളും പിന്നെ ക്യൂട്ട് സാധനങ്ങളും. മാഷാ അല്ലാ. പിന്നെ ഇതാ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നതും, അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ വന്ന് ടെൻഷനിൽ വരുന്ന സമയത്ത് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് എനിക്കിതെല്ലാം ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര മനസ്സമാധാനം കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയെല്ലാം തോന്നാറുണ്ടാവുമോ എനിക്കറിയില്ല. ഭയങ്കര ഒരു റിലാക്സിങ് ആണ്. ഈ ഒരു സ്ഥലത്തും ആ രാവിലെ വെയിലെല്ലാം ഇങ്ങനെ അടിക്കുന്നത് കാണുന്നതെല്ലാം ഭയങ്കര എൻ്റെ മനസ്സിന് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കബേർഡില്ല ബാക്കിയുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ബ്ലൂബെറിൻ്റെ ടിന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. എന്താണ് ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എപ്പോഴും എനിക്കൊരു സമയം കിട്ടാത്ത പോലത്തെ ഒരു ഫീലാണ്. ഇൻഷാ അല്ലാ എന്തായാലും നോമ്പിന് മുമ്പിൽ അത് ചെയ്തിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാളിലാകുമ്പം കുറേ പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ അതിന് വേണ്ടി റെഡിയാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതാ ഈ ഭാഗത്ത് ഇതുപോലെ കുറച്ച് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സംഭവം പറഞ്ഞുതരാം കേട്ടോ. ഭയങ്കര വിറ്റാണ്. എന്താ പറയുക, ഞാനിത് UAE ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ശരിക്കും കണ്ട സമയത്ത് നമ്മളെ ഫ്രണ്ടിലെ ലിവിങ് റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഒരു വലിയ സൈസായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായത്. ഓർഡർ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേക്ക് അതിൻ്റെ വലിപ്പം കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചെന്നു. പിന്നെ ഞാനത് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ നോക്കി അതും രസമുണ്ട് കാണാൻ. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായത് നമ്മൾ ആ സമയത്ത് അതിൻ്റെ മെഷർമെൻ്റൊക്കെ അതിലുണ്ട്, പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല. കണ്ടപ്പോൾ അതങ്ങനെ ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും ഈ സാധനത്തിനൊരു വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. നോക്കുമ്പോഴേക്കും വലിയ സാധനം പ്രതീക്ഷിച്ച് എനിക്ക് കിട്ടിയ കുഞ്ഞി സാധനം. അത് എൻ്റെ അനിയനോട് പറഞ്ഞിട്ട് അവനെപ്പോൾ ആ സാധനം കണ്ടിട്ട് എന്നെ കളിയാക്കും. അപ്പോൾ എന്നെ കളിയാക്കാൻ വേണ്ടി മാത്രമാണ് കിച്ചൻ്റെ ആ ഭാഗത്ത് അതിങ്ങനെ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിച്ചിരുന്നത് നമ്മുടെ ഗ്ലാസ് താഴ്ഭാഗത്തും ഈ 3 എണ്ണത്തിലായിട്ട് നമ്മൾ പിന്നെ ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കേണ്ട ജ്യൂസിൻ്റെ ഗ്ലാസും നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലാസ്സൊക്കെ അതിൽ വെച്ച് നമുക്ക് ഓരോരോ സാധനത്തിനും ഓരോരോ സെക്ഷൻ ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ സ്പൂണ് കത്രിക അതൊക്കെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ വാക്സ് പേപ്പർ, അതുപോലെ തന്നെ ഫോയില്, ക്ലിംഗ് റാപ്പൊക്കെ ഇതിൽ. പിന്നെ എന്താണ് നമ്മുടെ ഫ്രൈ പാനൊക്കെ ഉപയോഗിക്കാത്തതാണ് ഇവിടെ വെക്കുന്നത്. ബാക്കി ഉപയോഗിക്കുന്നതിലും നമ്മുടെ വർക്കിംഗ് കിച്ചണിലാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു താഴ്ഭാഗത്തും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ഇവിടെ കാണുന്നത് ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലം വളരെ അത്യാവശ്യമാണ്. നമ്മളെ വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാനും. പിന്നെ ഇത് കണ്ട, ഇത് നല്ലൊരു ബ്രാൻഡിൻ്റെ പാത്രമാണ് കേട്ടോ. ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പാത്രങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പം അടുത്തായിട്ട് UAE നിന്ന് വരുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായ പാത്രമാണ്. അപ്പോൾ എന്താണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു വൈറ്റിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ചെറുതിൽ നമ്മൾ ഫുള്ള് കപ്പ് സോസറിൽ നിന്ന് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ
സോസറും കപ്പും, അതും ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു സമയത്തുള്ളതല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതും ഈ അടുത്തായിട്ട് വാങ്ങിയതും. പിന്നെ ഇപ്പോൾ കാണിച്ചിരുന്ന ഈ ഒരു കപ്പിൽ ഇതെൻ്റെ ബ്രദറിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു കപ്പ് സോസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു സെറ്റ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പ്ലേറ്റ്, ഈ ഒരു കപ്പ് സോസറെല്ലാം ആയിട്ട്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ബാക്കി ഇതാ ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന ക്ലോത്ത്, കിച്ചൺ ടവൽസ്, അതുപോലെ തന്നെ സ്പോഞ്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഫുൾ അങ്ങനെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓരോരോ പിന്നെ ഡ്രോയർ ഓരോന്നിനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും അല്ലേ. അതുപോലെ നമ്മളെ നീറ്റായിട്ട് കാണാനും ഒരു പ്രത്യേക മനസ്സിനൊരു സുഖമല്ലേ. ഇനി ഇതിൻ്റെ താഴത്തെ ഡ്രോയറിൽ വരുന്നിരിക്കുന്നത് നമ്മുടെ ഒരുപാട് കാലമായിട്ട് ഞാൻ ഈ ഒരു ഫുഡിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പ്ലേറ്റ് ഇങ്ങനെ കടയിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമാകുന്നത് വാങ്ങി വെക്കാറുണ്ട്. പിന്നെ റമദാൻ മാസം കടിയിലിടുന്ന ഫോട്ടോസ് എടുക്കാനും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്ലേറ്റാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ വാങ്ങി വെക്കുന്നതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേറ്റുകൾ. പിന്നെ നമ്മൾ സ്നാക്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള പ്ലേറ്റ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ദിർഹം ഷോപ്പിൽ നിന്നൊക്കെ അങ്ങനെ ഓരോ പീസ് 6 ദിർഹംസ് 7 ദിർഹംസിനെല്ലാം അങ്ങനെ വാങ്ങുന്നതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ ഇത് നമ്മളെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് അബുദാബിയിലുള്ളത്. ഒരുപാട് വർഷം മുമ്പ് വാങ്ങിയിട്ടുള്ള ഒരു ബൗളാണത്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മളെ ഫ്രൂട്ട്സൊക്കെ ഇടുന്ന നല്ലൊരു ട്രേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്നുള്ള ആ ഒരു വൈറ്റ് കളർ കാണുന്നില്ലേ, അത് വരുന്നതില്ലേ മക്കൾക്ക് മദ്രസയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായതാണ് സമ്മാനമായിട്ട്. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇത് ഉമ്മ വാങ്ങിയിട്ടുള്ളതാണ് ഒരുപാട് വർഷം മുമ്പ് ഉമ്മ വാങ്ങിയിട്ടുള്ള നല്ലൊരു പാത്രമാണ് കേട്ടത്. അതിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ലേ കാണുമ്പം. അത് ഒരു 4-5 എണ്ണം ഇപ്പം ഒരുപാട് വർഷമായി അത് വാങ്ങിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാത്രം കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലുള്ള കബേർഡിൽ കംപ്ലീറ്റ് നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ആ ഒരു കവറും കാര്യങ്ങളും അതുപോലെ ബബിൾ പേപ്പറൊക്കെ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറിയൊരു പ്ലേസാണ് അത്. പിന്നെ ഈ ഒരു ബേസിൻ്റെ താഴെയായിട്ട് പിന്നെ നമ്മൾ നോർമൽ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെയാണ് പിന്നെ ഡിഷ് വാഷും അതുപോലെ തന്നെ ലിക്വിഡ് കാര്യങ്ങൾ, ഡെറ്റോള്, ക്ലോറക്സ്, അതൊക്കെ സംഭവങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അധികം നമ്മൾ യൂസ് ചെയ്യാത്ത വലിയ പാത്രങ്ങൾ, ഉരുളി, അതെല്ലാം ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ബേസിനെ കുറിച്ചിട്ടാണ്. ഇത് നമ്മൾ ഈ ഒരു കിച്ചന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കിച്ചനല്ല. അപ്പം ഇങ്ങനെയുള്ള ബേസ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കിച്ചണിൽ ഇങ്ങനെയുള്ള ബേസിൻ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇത് സ്ക്വയറെല്ലാം ആകുമ്പോൾ ഇല്ലേ ഭക്ഷണങ്ങളെല്ലാം നമ്മളിപ്പം പാത്രങ്ങളും കഴിയുമ്പം ആ ഓരോരോ സൈഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. കുറച്ചൊരു സ്മൂത്ത് ആയിട്ടുള്ള കേവ് പോലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒക്കെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ടൈലിന് നമ്മൾ ചെയ്തിട്ടുള്ളൊരു സ്കേർട്ടിങ് കണ്ട സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു സ്കേർട്ടിങ് ഇത് ഉമ്മാൻ്റെ ഒരു ഐഡിയ ആണ്. അത് വെച്ചത് കൊണ്ട് ടൈലിന് ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ടൈലാണ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഇത്രത്തോളം ഭംഗി ഉണ്ടാവില്ല. ആ ഒരു സ്കേർട്ടിങ് അതും സിൽവറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കിച്ചണിന് ഒരു പ്രത്യേക അത് കുറച്ച് റേറ്റ് ഉണ്ട്. അതിന് ചെറിയൊരു പീസിന് തന്നെ 1500 രൂപയായിട്ടും വരുന്നുണ്ട്. എന്നാലും നമ്മളത് വെച്ചു കൊടുത്തുകൊണ്ട് അതിനൊരു ഭംഗി ഇപ്പോൾ നമുക്ക് പിന്നെ കിച്ചൺ മൊത്തത്തിൽ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ 2 ഡോറ് കൊടുത്തിട്ട് ഈ ഒരു ഭാഗമാണ് പണ്ട് അടുപ്പുണ്ടായ സ്ഥലമാണ്. അത് കംപ്ലീറ്റ് എന്താക്കി പിന്നെ നമ്മൾ സ്റ്റോർ റൂം ആക്കിയിട്ട് വെച്ചിട്ടാണ് ഉണ്ടായത്. ഇപ്പം വീണ്ടും റിനോവേഷൻ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അത് ഒരു ഭാഗം മാത്രം സ്റ്റോർ റൂം ആക്കിയിട്ട് നമ്മളെ ഫ്രിഡ്ജിനെടുത്തിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടുപോയത് കൊണ്ട് ഒരുപാട് സ്ഥലം നമുക്ക് കിട്ടി. ഫ്രിഡ്ജ് എപ്പം അങ്ങനത്തെ ഒരു സ്പേസിലാകുമ്പോൾ ആദ്യം ഈ ഒരു ടേബിളിൻ്റെ സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ് ഉണ്ടായത്. ഇപ്പം ആ ഫ്രിഡ്ജിനെ നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് അത് ഭയങ്കര ഒരു നല്ലൊരു നമ്മൾ ചെയ്തതിൽ വെച്ച് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. എന്നുവെച്ചാൽ ഇത് നമ്മൾ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരോട് ചോദിക്കുമ്പം ഓരോരോ ഐഡിയാസ് നമുക്ക് കിട്ടിപ്പോകലാണ്. ഇത് ഫുള്ളായിട്ട് ഞാൻ എൻ്റെ ഐഡിയയിൽ തന്നെയാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നതിൽ ഈ ഒരു ടേബിൾ നിങ്ങൾ കണ്ട ഇതെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ഇതുപോലുള്ള ഡൈനിങ് ടേബിൾ ഏകദേശം ഒരു 36,000-37,000 റുപ്യയെല്ലാം ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ നേരെ പകുതി വിലക്കാണ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഐഡിയ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ കമൻറ്റിൽ അറിയിക്കുക. കമൻറ്റിൽ എന്തായാലും നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാന്നുള്ളത്. നോർമലി നമ്മൾ പിന്നെ ഡൈനിങ്ങിലേക്കൊക്കെ വാങ്ങുമ്പം
ഇത്ര സൈസിലെ ടേബിളിന് നല്ല റേറ്റ് കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ ഈ ഒരു കിച്ചണിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ ടോപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളർ മീൻസ് ടൈലാണത്. അത് ആ ഒരു സംഭവം ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കിച്ചൺ ഏകദേശം എല്ലാവർക്കും കണ്ടല്ലോ. ഇനിയിപ്പോൾ രാത്രി നമുക്ക് കൊടുത്ത ലൈറ്റിങ്ങും കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ കിച്ചണിൽ കൊടുക്കുന്ന ലൈറ്റിംഗ്, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയ കിച്ചണും കൂടി ആയതുകൊണ്ട് ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിനി. മേലില്ല നമ്മളിപ്പോൾ ഫസ്റ്റ് ഇട്ട ലൈറ്റില്ലേ, അതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ്. എല്ലാ ദിവസവും എല്ലാ ലൈറ്റൊന്നും ഇടാറില്ല. പിന്നെ ഇതിൻ്റെ താഴിലിതാ ഈ ഭാഗത്ത് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റാണ് നമ്മൾ താഴിലും മേലിലും ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ല, ഈ ഒരു വിൻഡോ മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മേലിൽ ആ ഒരു ചെറിയ വെളിച്ചം കയറാൻ വേണ്ടിയിട്ടുള്ള ഹോളാക്കിയത്. പക്ഷേ അതിലും വലിയതാണ് നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ അത്രത്തോളം വലുതാക്കാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ചെറുതായിട്ട് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ രാത്രിയിലെല്ലാം ആകുമ്പോൾ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ജസ്റ്റ് ആ ഒറ്റ ലൈറ്റ് മാത്രമേ ഇടാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴാണ് മൊത്തത്തിൽ ലൈറ്റ് ഇടാറുള്ളത്. പിന്നെ ഇതിൻ്റെ മേലിൽ നമ്മൾ ഫസ്റ്റ് സീലിംഗ് ഉണ്ടായിട്ടില്ല കിച്ചണിൽ. പിന്നെ സീലിംഗ് ആക്കിയതാണ് കൂടുതൽ ലൈറ്റിന് വേണ്ടിയിട്ട്. സീലിംഗ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ലൈറ്റൊക്കെ ആക്കാൻ പറ്റുമല്ലോ. സോ ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 3 കളറ് ഈ ഒരു ലൈറ്റിനുണ്ട്. നമ്മൾ ഒരു സ്വിച്ച് ഇട്ടാൽ തന്നെ 3 പ്രാവശ്യം അത് മാറി മാറി ഇടുമ്പോഴേക്കും ഓരോ കളേഴ്സായിരിക്കും വരാം. ഇതിപ്പോൾ കംപ്ലീറ്റ് വൈറ്റ് ആയില്ലേ, വൈറ്റ് കളറ് ആ ഒരു കളർ വരുന്ന സമയത്ത് ഫുള്ളായിട്ട് വൈറ്റ് ആയിട്ട് തോന്നും. പിന്നെ വാം കളറുണ്ട്, പിന്നെ ഒരു കളറും കൂടിയുണ്ട്. ഈ 3 കളറിൽ നമുക്ക് ഈ ഒരു കിച്ചന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ LED സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ ഇല്ലേ നല്ല പവർ കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്തതിനെ കൊണ്ടും വലിയ കറണ്ട് ബില്ലൊന്നും വരാനും ഇല്ല. പിന്നെ അത്യാവശ്യം ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കാണാനും ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായില്ലേ. പിന്നെ ഈ ഒരു ചെയറിൻ്റെ ഒരു കഥ പറയാനുണ്ട്. അത് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഈ ടേബിളിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ചെയറിൻ്റെയും കൂടി കുറച്ച് സ്റ്റോറീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി, ഇത് ഈ ഒരു കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ വൈറ്റ് മാത്രമല്ലല്ലോ ചെയറിന്, നമുക്ക് ഫുള്ള് വൈറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. വെച്ചാൽ നമ്മൾ യൂസ് ചെയ്താകുമ്പം അതിനൊരു പെട്ടെന്ന് മോശമാകുമല്ലോ. അത് പ്ലാസ്റ്റിക്കിൻ്റെ ചെയറാണ് കേട്ടോ. അത് ആ ഒരു കളറും കൂടി ഈ ഒരു കിച്ചണിൽ നല്ല മാച്ചായിട്ട് അത് അറിയാണ്ട് കിട്ടിപ്പോയതാണ്, കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നമ്മളെ ഓരോ സാധനങ്ങൾ എവിടുന്നാണ് വാങ്ങിയെന്ന് പറയണ്ടേ. ഇപ്പം നമ്മൾ കാണിക്കുന്ന ഈ ഒരു ലിക്വിഡ് ബോട്ടിൽ നമ്മൾ ഐക്കിയെന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ചെടി വെച്ചത് കാണുന്നില്ലേ, അത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയത്. അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ വർക്ക് ഏരിയ കിച്ചൺ മോഡിഫൈ ചെയ്യുന്ന വീഡിയോയിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട് എവിടെയാണ് വാങ്ങിയെന്നുള്ളത്. പിന്നെ വരുന്നത് പിന്നെ ആ ബ്ലൂ പോട്ട് അത് ഐക്കിയെന്ന് വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ മലേഷ്യയിൽ പോയിട്ടുണ്ടായിട്ടില്ലേ, അവിടെ നമ്മളൊരു ടെമ്പിൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്ളോഗൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ് അത്. പിന്നെ വരുന്നത് ഈ ഒരു പാത്രം, ഇത് ഹോം എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ വരുന്ന ഈ ഒരു സംഭവമില്ലേ, ഇത് എൻ്റെ സിസ്റ്റർ തുർക്കിയിൽ പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ചെറിയൊരു പിന്നെ ഷുഗറിൻ്റെ സംഭവം ഉണ്ടായിട്ട് അതിൽ നിന്നും കാണാണ്ടായി പോയതാണ്. പിന്നെ വരുന്ന നമ്മൾ ഈ ഒരു കപ്പ്, ഇതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെ ചുംബക്കുന്നില്ല ആ ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് ആ ഒരു മെഷറിങ് കപ്പും അതുപോലെ തന്നെ ഈ ഒരു സാൾട്ട് ആൻഡ് പെപ്പർ ഇടുന്ന പിന്നെ നമ്മുടെ കപ്പ് കേക്കും വാങ്ങിയിട്ടുള്ളത്. കപ്പ് കേക്കിൻ്റെ സാൾട്ട് ആൻഡ് പെപ്പർ ഇടുന്ന സംഭവം വാങ്ങിയിട്ടുള്ളത് ചുംബക്കുന്നില്ല ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ്. പിന്നെ ഇത് വാങ്ങിയിട്ടുള്ളത്, ഇത് ഓയിൽ ഒഴിച്ച് വെക്കുന്ന സാധനമാണ്. അത് വാങ്ങിയത് മസ്കറ്റിൽ നിന്നാണ്. പക്ഷെ ഞാനത് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടില്ല, അതിൻ്റെ അകത്ത് വൃത്തികേടാകുന്നതുകൊണ്ട് പിന്നെ ഒരു ഫ്ലവർ അതിൽ വെച്ച്. പിന്നെ നമ്മളെ ഓംലേറ്റ് ആക്കുന്ന ജസ്റ്റ് നമ്മൾ ആഫ്രൈയിലാക്കുമല്ലോ, ആഫ്രൈ ആക്കിയിട്ട് ബ്രെഡ് വെച്ചിട്ട് ബ്രെഡിൻ്റെ ഷേപ്പിലുള്ളൊരു പാത്രമാണ്. അത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് ഇത് നമ്മൾ ഡ്രാഗൺ മാർട്ടില്ലേ, ഡ്രാഗൺ മാർട്ടിൻ്റെ അകത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഈ സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് നോർമൽ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഈ കുറേ കളറായിട്ടുള്ള ചെറിയ ക്യൂട്ടായിട്ടുള്ള ആ ഒരു ഭരണി എന്ന് പറയാം അല്ലേ. പിന്നെ നമ്മുടെ ഓയിൽ ഒഴിക്കുന്ന ഓയിൽ ഡിസ്പെൻസർ നമ്മുടെ ഐക്കിയിൽ വാങ്ങിയത്. പിന്നെ ഈ കാണുന്നതും ഐക്കിയിൽ നിന്ന് വാങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന സംഭവം നമ്മുടെ ഡ്രാഗൺ മാർട്ടിൽ നിന്ന്, അതിൻ്റെ അകത്തുള്ള ഷോപ്പ് ഡ്രാഗൺ മാർട്ടിൽ എനിക്ക് കുറേ ഷോപ്പ് കാണാം. അവിടുന്ന് ഓരോരോ ഷോപ്പിൽ നിന്ന് അങ്ങനെ കയറി വാങ്ങിയിട്ടുള്ള സാധനമാണ് അത്. പിന്നെ ഈ വുഡൻ്റെ ട്രേ ഇടുന്നാൽ നിങ്ങൾക്ക് മനസ്സിലായാൽ നമ്മളതൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അബുദാബി തന്നെയിലെ എമിറേറ്റ്സ് മാർക്കറ്റിൽ നിന്നാണ് ആ ഒരു വുഡൻ ട്രേ, അതിൻ്റെ പല രീതിയിലുള്ള ട്രേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ടുള്ളത് പിന്നെ ടീപോട്ട് നമ്മുടെ UAE ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഇത് നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് അടുത്തായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്.
ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയിട്ട് അതിൻ്റെ കമ്പനി ഏതാണെന്ന് നോക്കാൻ പോയതാണ്. ഇപ്പോൾ നെസ്റ്റാസിയ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് ആ ഒരു പിന്നെ പാത്രം വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് വരുന്നത് ഐക്കിയ, നമ്മുടെ ടിഷ്യൂ വെക്കുന്ന സാധനം. ഓക്കെ, അപ്പോൾ നോമ്പെല്ലാം ആയതുകൊണ്ട് പുതിയ ടിഷ്യൂ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ് വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ സംഭവം നമ്മൾ ലുലുന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. 50 ദിറംസിനായിട്ട് ഓഫർ ഇട്ട സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ്. നല്ല യൂസ്ഫുൾ സംഭവമാണ് കേട്ടോ. രാവിലെ മഴക്കാലത്തിലും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സംഭവമാണ്. പിന്നെ വരുന്നത് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഡ്രാഗൺ മാർട്ടിൽ തന്നെയാണ്. ഡ്രാഗൺ മാർട്ടിലൊരു ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങിയിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ആ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ദുബായ് വ്ളോഗിലൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. ആ സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇത് വാങ്ങിയത് ഐക്കിയെന്ന്. ഇത് ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്നത്. ബ്രെഡൊക്കെ വെക്കാനും അതുപോലെ കിച്ചണിൽ അത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അറിയിക്കും കേട്ടോ. പിന്നെ ഇത് ഞാൻ ഡ്രാഗൺ മാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുമ്പോൾ. എന്താ അറിയില്ല, അതിങ്ങനെ നോക്കിക്കാനും ചെറിയ പിള്ളേരെ പോലെ അതിങ്ങനെ ആട്ടിക്കളിക്കാനും ഭയങ്കര ഇഷ്ടം. അങ്ങനെ വാങ്ങിയിട്ട് അവിടെ തൂക്കിയതാണ്. രാവിലെ ഇങ്ങനെ നമ്മളെ മെയിൻ കിച്ചണാണ്, വർക്കിംഗ് കിച്ചണാണ് ആ കാണുന്നത്, ദൂരം കാണുന്നില്ലേ. അത് ഓൾറെഡി നമ്മളെ വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അതിലേക്ക് പോകുമ്പം രാവിലെ പോകുമ്പം ഇതിലേക്ക് പോയിട്ട് ഒരു കൊട്ടിങ്ങനെ കൊടുക്കും. ഒരു കൊട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു മണി ശബ്ദമെല്ലാം കേട്ടിട്ട് അങ്ങനെ കിച്ചണിലേക്ക് കയറുന്ന എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ചില സമയത്ത് ചെറിയ പിള്ളേരെ പോലത്തെ എന്തെല്ലോ മനസ്സിലും ഈ പാവപ്പെട്ട എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതാ രാത്രിയിലെ അവിടെയില്ല ആ ഒറ്റ ലൈറ്റില്ലേ, അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ളൊരു മൈൻഡ്, പീസ്ഫുൾ മൈൻഡ് വരും. അത് മാത്രം ഇട്ടിട്ട് ഇവിടെ ഈ ഒരു ചെയർമേ ഇരുന്നിട്ട് ഞാനിങ്ങനെ ആ ലൈറ്റ് നോക്കിയിട്ട് ഇരിക്കുവേ. അങ്ങനത്തെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ ആൾക്കാർ ഓരോ രീതികളാണല്ലോ. അപ്പം അങ്ങനെ അവിടെ ആ ലൈറ്റും ഇങ്ങനെ 3 കളറിൽ നമുക്ക്, ആ ഒറ്റ ലൈറ്റ് തന്നെ 3 കളറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു ലൈറ്റ് ഇട്ട് അവിടെയും സീലിംഗ് നമ്മളിപ്പോൾ ചെയ്തതാണ് കേട്ടോ. ചെറിയൊരു സീലിംഗ് അവിടെ കൊടുത്തിട്ട് അതിനകത്ത് സെൻട്രലായിട്ട് ലൈറ്റ് കൊടുത്ത് നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ചെയ്തത് എൻ്റെ മനസ്സിന് ഭയങ്കര തൃപ്തിയായിനി. ഇപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ വിലയേറെ അഭിപ്രായത്തിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിനോ? ഇനി പിന്നെന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബേസിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ. നിങ്ങൾ അങ്ങനത്തെ ബേസിങ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് വെക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അത് ബ്ലാക്ക് ആയതുകൊണ്ടില്ലേ, അതിനെ കുറച്ച് കഴിയുമ്പം അതൊരു വൈറ്റ് പോലെ വരും. നമ്മളിങ്ങനെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈറ്റ് പോലെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നോർമൽ ബേസിന് തന്നെയാണ് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചണിൽ നല്ലത് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിട്ടില്ല. ഇതില്ലേ തലേന്ന് രാത്രി മോള് ഇവിടുന്ന് എടുത്തിട്ട് മേലെ ബെഡ്റൂമിൽ കൊണ്ടുവച്ചിന്. അതുകൊണ്ടാണ് രാത്രിയിലില്ല അതിന്. അപ്പോൾ പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത് കൊണ്ടുവച്ചിട്ടുള്ളത്. ഇതും നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ ദുബായ് ഡ്രാഗൺ മാർട്ടിൽ തന്നെയാണ്. ആ ഷോപ്പിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ വീഡിയോ, നിങ്ങൾ കണ്ടോ. ഇവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ പല ഡിസൈനിലുള്ളതും നല്ല ഭംഗിയുണ്ട് കാണാനും, അതുപോലെ നല്ല വെയിറ്റും ഉണ്ട്. അത്യാവശ്യം ഒരു 65 ദിറംസോളം റേറ്റും ഉണ്ട് അതിന് കേട്ടോ. ഈ ഒരു ഷോപ്പിൽ തന്നെ എല്ലാവരും റേറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള 2 സാധനങ്ങൾ വാങ്ങിയിട്ട് ഇറങ്ങിയാണ് ചെയ്തത്. അതുപോലെ തന്നെ വുഡൻ്റെ സാധനങ്ങളിൽ നിങ്ങൾ നോക്കിയ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നമ്മൾ അത്ര റേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിൻ്റെ പേരറിയണ്ടേ? ഡ്രാഗൺ മാർട്ട് കയറി കഴിഞ്ഞാൽ മാൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ് 2 ഉണ്ട് അതിൻ്റെ അകത്ത്. അവിടെ നിന്നാണ് ഈ ഒരു സംഭവം വാങ്ങിയിട്ടുള്ളത്. അതുപോലെ ഞാൻ ലുലുന്ന് വാങ്ങിയ ആ ഒരു കെറ്റിലും അത് ഓഫറിന് വാങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ കമ്പനി വരുന്നത് ഐക്കൺ ആണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും മിസ്സായില്ലെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഈ കിച്ചണിൽ കാണുന്ന ഈ ഒരു ഷോപ്പ് പീസ് കംപ്ലീറ്റ് ഞാൻ സ്വന്തം അധ്വാനിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അത് പ്രൗഡായിട്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലിക്ക് പോകാനെല്ലാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല കാര്യമാണ്. പക്ഷെ എന്നെ വിട്ടിട്ടുണ്ടായിട്ടില്ല ആ സമയത്ത്. ആ ഒരു കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികളൊക്കെ ചെറുതായതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റി. എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആത്മാർത്ഥമായിട്ട് എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. എന്തെങ്കിലുമായിട്ടൊന്നും ചെയ്യണം എന്നുള്ള
ഒരു ആഗ്രഹത്തിലുള്ള ഞാനാണ്. എങ്ങനെയല്ലോ ഞാൻ ബേക്കറായി, പിന്നെ ഞാനത് ലേൺ ചെയ്ത് അങ്ങനെ ബേക്കിംഗ് ക്ലാസ് എടുക്കലായി, പിന്നെ യൂട്യൂബിലേക്ക് ഇറങ്ങി, അങ്ങനെ കുറേ സ്റ്റോറീസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കാണ്ട് വാങ്ങിയ പിന്നെ ഷോപ്പീസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ അവിടെ ഞാൻ വെച്ചിട്ടുള്ളത്, സംഭവങ്ങൾ മുഴുവനും. അത് എനിക്ക് നിങ്ങളോട് പറയുമ്പം എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവുമല്ലോ. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചത് ചിലപ്പം ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വരാം, പക്ഷെ നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനെന്ന വ്യക്തി. അത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. എന്നുവെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. എനിക്ക് പറയുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയെങ്കിലും നമ്മളെ കൊണ്ടെല്ലാം ആയല്ലോ എന്നില്ല ആ ഒരു സന്തോഷം തന്നെ അല്ലേ. അപ്പോൾ ഇത് ഈ ഒരു ബ്രൗണിൻ്റെ ഞാൻ പിന്നെ കാണിച്ചു തന്നിട്ടുള്ളത് എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അള്ളാ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ക്ലാസ് വരും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറി നിങ്ങൾ ശ്രദ്ധിക്കുക, മറക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ബ്രൗണീസ്. വീഡിയോൻ്റെ ഇടയിൽ നിങ്ങൾ പോള കഴിക്കുന്ന കണ്ടിട്ടില്ലേ? അത് ആർക്ക് വേണ്ടിയിട്ടെന്ന് അറിയാം, നിങ്ങളെൻ്റെ കിച്ചൺ കാണാൻ വേണ്ടിയിട്ട് വന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല പോളയും അതുപോലെ തന്നെ പഴവും തേങ്ങാപ്പാലൊക്കെ കുഴച്ചിട്ടുള്ളത് തലേന്ന് ആക്കി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞത് കൊണ്ടാണ് അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് കാണുന്നത്. നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ് കേട്ടോ. എന്തായാലും അതിൻ്റെ പിന്നെ ചെറിയൊരു റീലായിട്ട് നമ്മൾ പിന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എൻ്റെ കിച്ചണൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇൻഷാ അള്ളാ നോമ്പെല്ലാം വരാൻ പോകുന്നത് നല്ല നല്ല സ്നാക്സ് റെസിപ്പീസും കാര്യങ്ങളെല്ലാം ആയിട്ട് വരുന്നതാണ്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ സീ വിത്ത് അനദർ വീഡിയോ. ബൈ.